2015 ഇന്ത്യൻ ദേശീയ ടീമിനായി അരങ്ങേറ്റം കുറിച്ചെങ്കിലും ഇതുവരെ ടീമിൽ സ്ഥാനം ഉറപ്പിക്കാൻ സഞ്ജു സാംസണ് കഴിഞ്ഞിട്ടില്ല. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇതുവരെ ആകെ 46 മത്സരങ്ങൾ മാത്രമാണ് സഞ്ജുവിന് അവസരം ലഭിച്ചിട്ടുള്ളത്. 2015 ഓഗസ്റ്റ് മുതൽ 2019 ഡിസംബർ വരെ ഒരു അന്താരാഷ്ട്ര മത്സരത്തിൽ പോലും സഞ്ജുവിന് അവസരം ലഭിച്ചിട്ടില്ല. സഞ്ജുവിന്റെ ഇതുവരെയുള്ള അന്താരാഷ്ട്ര കരിയർ നോക്കിയാൽ അദ്ദേഹത്തിന് വന്നിരിക്കുന്നത് ഒരു മുൻ ഇന്ത്യൻ താരത്തിന്റെ അതേ അവസ്ഥയാണ്. എന്താണ് സഞ്ജുവിന് സത്യത്തിൽ തിരിച്ചടിയായതെന്നാണ് ആരാധകർ അന്വേഷിക്കുന്നത്. 2015 ജൂലൈയിലാണ് സഞ്ജു സാംസൺ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. ഇതിന് 1.5 വർഷത്തിന് ശേഷമാണ് ഋഷഭ് പന്ത് ഇന്ത്യക്കായി ആദ്യ മത്സരം കളിക്കുന്നത്. ഇതിനകം സഞ്ജുവിനേക്കാൾ 94 മത്സരങ്ങൾ അധികം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ പന്ത് കളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന ലേബലും പന്തിന് ലഭിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ പ്രത്യേകിച്ചും ടെസ്റ്റിൽ ചില കിടിലൻ മാച്ച് വിന്നിംഗ് പ്രകടനങ്ങൾ പുറത്തെടുത്തതോടെയാണ് ഋഷഭ് പന്ത് 3 ഫോർമാറ്റിലും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി മാറിയത്. ഇതിനിടെ IPL-ലും മിന്നിയതോടെ താരം ഇന്ത്യയുടെ നമ്പർ 1 കീപ്പറായി. ഋഷഭ് പന്ത് ഒരു സൂപ്പർ താരമായി വളർന്നതോടെ സഞ്ജുവിന്റെ ടീമിലെ സ്ഥാനമാണ് അവതാളത്തിലായത്. അടുത്ത കുറച്ച് വർഷത്തേക്ക് ഇന്ത്യയുടെ 1-ാം നമ്പർ വിക്കറ്റ് കീപ്പറായി പന്ത് തന്നെ തുടരുമെന്ന് ഏകദേശം ഉറപ്പാണ്. ഇന്ത്യൻ ക്രിക്കറ്റിൽ എത്തിയ സമയം മുതൽ കരിയറിന്റെ ഏറ്റവും നല്ല സമയത്തൊക്കെ മുൻ താരം ദിനേഷ് കാർത്തിക്കിന് നേരിടേണ്ടി വന്ന അതേ അവസ്ഥയാണ് സഞ്ജു സാംസണും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2004 സെപ്റ്റംബറിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച താരമാണ് ദിനേഷ് കാർത്തിക്. ഇതേ വർഷം അവസാനം അന്താരാഷ്ട്ര ക്രിക്കറ്റിലെത്തിയ മഹേന്ദ്ര സിംഗ് ധോണി ദേശീയ ടീമിൽ സ്ഥാനം ഉറപ്പിക്കുന്നത് ദിനേഷ് കാർത്തിക്കിന് കണ്ടു നിൽക്കേണ്ടി വന്നു. ഇതിനിടെ ആഭ്യന്തര ക്രിക്കറ്റിൽ തീപ്പൊരി പ്രകടനങ്ങളുമായി തിളങ്ങിയെങ്കിലും ധോണി ഉള്ളതിനാൽ ദിനേഷ് കാർത്തിക്കിന് ദേശീയ ടീമിലേക്ക് പരിഗണന ലഭിച്ചില്ല. ധോണിയാകട്ടെ സ്വപ്ന ഫോമിൽ കളിച്ചു മുന്നേറി ഇന്ത്യൻ ടീമിന്റെ നായക സ്ഥാനത്തേക്ക് വരെ എത്തി. പിന്നീട് ദേശീയ ടീമിൽ അതിഥി താരമായി DK മാറുന്ന അവസ്ഥയാണ് കണ്ടത്. ധോണിയുടെ കാലഘട്ടത്തിൽ കളിച്ചിട്ടും 170-ലധികം അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിക്കാൻ ദിനേഷ് കാർത്തിക്കിന് സാധിച്ചിട്ടുണ്ട്. ഏകദിനത്തിൽ 94 മത്സരങ്ങളിൽ 1752 റൺസും ടെസ്റ്റിൽ 26 കളികളിൽ 1025 റൺസും T20-യിൽ 60 മത്സരങ്ങളിൽ 686 റൺസും DK ഇന്ത്യക്കായി നേടിയിരുന്നു. ഋഷഭ് പന്തിന് മുന്നിൽ സഞ്ജു സാംസൺ നേരിടുന്നതും DK നേരിട്ടതിന് സമാനമായ അവസ്ഥ തന്നെയാണ്. 30-കാരനായ സഞ്ജു സാംസൺ ഇന്ത്യക്ക് വേണ്ടി ഇതുവരെ 16 ഏകദിനങ്ങളും 30 T20 മത്സരങ്ങളുമാണ് കളിച്ചിട്ടുള്ളത്. ഏകദിനത്തിൽ 56.66 ബാറ്റിംഗ് ശരാശരിയിൽ 510 റൺസും T20-യിൽ 19.3 ബാറ്റിംഗ് ശരാശരിയിൽ 444 റൺസുമാണ് പന്തിന്റെ സമ്പാദ്യം. നിലവിൽ ഋഷഭ് പന്ത് ഇന്ത്യൻ ടീമിന്റെ 1-ാം നമ്പർ വിക്കറ്റ് കീപ്പറായി സ്ഥാനം ഉറപ്പിച്ച മട്ട് തന്നെയാണ്. ബാക്കപ്പ് കീപ്പർക്കായി സഞ്ജുവിന് പുറമെ ഇഷാൻ കിഷൻ, ധ്രുവ് ജൂറൽ എന്നിവരും മത്സരിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ദേശീയ ടീമിൽ സ്ഥാനം നേടുക എന്നത് സഞ്ജുവിന് ഒട്ടും എളുപ്പമല്ല.